നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ട്രയൽ ബാലൻസ് നമ്മൾ അക്കൗണ്ടൻസിക്ക് ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ ജേണൽ എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ലെഡ്ജർ നമ്മൾ ഓരോ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ടുകളുടെ കൂട്ടത്തെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലെഡ്ജറിൻ്റെയും ലെഡ്ജർ അക്കൗണ്ട്സുകളുടെ ബാലൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം കൂടെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് എന്നാൽ ബാലൻസുകളെല്ലാം തന്നെ ഒന്ന് ട്രയൽ നോക്കുക, ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ട്രയൽ ബാലൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസസ് ഓർ ടോട്ടൽ ഓഫ് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിലോ ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും ടോട്ടൽ ഓൾ അക്കൗണ്ട്സിൻ്റെ ലെഡ്ജർ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിലുള്ള ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ട്സുകളുടെയും ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടൽ പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ബുക്സ് കെപ്റ്റ് അണ്ടർ ദി ഡബിൾ എൻട്രി സിസ്റ്റം. ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിലായിരിക്കും ഇത് എന്ത് ചെയ്യണത്, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്താ പറയുക, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ്. അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണക്ക് വരുമാന കൃത്യത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക ഡേറ്റിലേക്കാണ് തയ്യാറാക്കുക. ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും ടോട്ടലാണ് ഇതെല്ലാം കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസിനെയാണ് എന്താ പറയുക, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ട് കോളംസുകൾ ഈക്വലാണ്, രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർഡ് അറ്റ് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി. അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുക അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിലായിരിക്കും. ഇനി ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആസ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിലേക്കാണ് തയ്യാറാക്കുക. ട്രയൽ ബാലൻസ് ഈസ് നോ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി. ഡബിൾ എൻട്രിയുടെ ഭാഗമല്ല. ആൻഡ് നോട്ട് ആൻ അക്കൗണ്ട്. ഇതൊരു അക്കൗണ്ടുമല്ല. മറ്റൊന്ന് ട്രയൽ ബാലൻസ് പ്രത്യേകത, ട്രയൽ ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ഓർ ടോട്ടൽ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. എല്ലാ അക്കൗണ്ട്സിൻ്റെയും ബാലൻസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ടോട്ടലാണ്. നെക്സ്റ്റ്, ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഓഫ് ദ ട്രയൽ ബാലൻസ് മസ്റ്റ് ടാലി. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് കോളംസിന്റെ ടോട്ടൽ തുല്യമായിരിക്കണം. അതുപോലെ തന്നെ ഇഫ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ആർ ഈക്വൽ, ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ദാറ്റ് അക്കൗണ്ട്സ് ആർ അരിത്തമെറ്റിക്കലി ആക്യുറേറ്റ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ പറയും ഇത് കണക്കുപരമായിട്ട് കൃത്യതയുള്ളതാണെന്ന് പറയും. നെക്സ്റ്റ്, ഡിഫറൻസ് ഇൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഇൻഡിക്കേറ്റ് സം മിസ്റ്റേക്സ് ഹാവ് ബീൻ കമ്മിറ്റഡ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസിൽ വല്ല മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്താണ്, അത് തെറ്റുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിന് ടാലിയിങ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് നോട്ട് ആൻഡ് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് സെർച്ച് ടു പ്രൂവ് ഓൺലി ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ്. ടാലിയിൽ ട്രയൽ ബാലൻസ് ടാലി ആയതുകൊണ്ട് അത് കണക്കുപരമായുള്ള കൃത്യതയാണെന്ന് പറയാൻ പറ്റൂല. നമ്മൾ ചെയ്തു കൊടുത്തുള്ളൊരു എന്താണ് ഒരു പ്രൂഫ് അത്ര ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇനി ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്താണ് ടു അസർടെയിൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സിന്റെ കണക്കുപരമായ കൃത്യത തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഉപയോഗിക്കുന്നു. അത് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ തയ്യാറാക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങളായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക മനസ്സിലാക്കാം. രണ്ടാമതാണ് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. ട്രയൽ ബാലൻസിൽ എറേഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനും അത് തിരുത്താനും എന്ത് ചെയ്യാം? ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തെറ്റുകൾ, ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് തെറ്റുകൾ തിരുത്താനൊക്കെ ഉള്ളൊരു അവസരം കൂടെയാണ് ട്രയൽ ബാലൻസ്. മൂന്നാമതാണ് ടു ഹെൽപ്പ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രയൽ ബാലൻസ് സഹായിക്കുന്നു. അതായത് ഫൈനൽ അക്കൗണ്ട്സുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബാലൻസ് ഷീറ്റുകൾ, ഇതെല്ലാം തയ്യാറാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ട്
ട്രയൽ ബാലൻസ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് 2 മെത്തേഡ്സ് ആണ്. ഒന്ന് ടോട്ടൽ എമൗണ്ട്സ് മെത്തേഡ്, രണ്ടാമത്തത് ബാലൻസ് മെത്തേഡ്. ടോട്ടൽ എമൗണ്ട്സ് മെത്തേഡിൽ ഡെബിറ്റ് സൈഡിൻ്റെ എമൗണ്ട് ടോട്ടലും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലുള്ള അക്കൗണ്ട്സിൻ്റെ ടോട്ടലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 അക്കൗണ്ട് കോളത്തിൽ എഴുതുന്നുണ്ട്. ഈ മെത്തേഡ് അത്ര വലിയ പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡല്ല. ഏത്? ടോട്ടൽ എമൗണ്ട്സ് മെത്തേഡ്. രണ്ടാമത്തതാണ് ബാലൻസ് മെത്തേഡ്. ബാലൻസ് മെത്തേഡിൽ നമ്മൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സുകളും ഫസ്റ്റ് ബാലൻസ് ചെയ്യുന്നു. അതിനുശേഷം ട്രയൽ ബാലൻസ് തയ്യാറാക്കും. ലെഡ്ജർ അക്കൗണ്ട്സിലുള്ള ബാലൻസുകളെല്ലാം വെച്ചിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുക. ട്രയൽ ബാലൻസിന് പ്രധാനമായിട്ടും 3 കോളംസുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് കോളത്തിൽ അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കും. രണ്ടാമത്തെ മൂന്നാമത്തെ കോളത്തിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് എഴുതുന്നു. ഈ മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടെയാണ് ബാലൻസ് മെത്തേഡ്. ഇനി ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് കൊടുക്കുന്നത് ട്രയൽ ബാലൻസിൻ്റെ. അതിൽ ഫസ്റ്റത്തത് അക്കൗണ്ട് കോഡ് എന്നുണ്ട്, അതില്ലെങ്കിലും പ്രശ്നമില്ല. രണ്ടാമത്തെ കോളം നെയിം ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടുകളുടെ പേര്. അത് കഴിഞ്ഞിട്ട് 2 എമൗണ്ട് കോളം, ഒന്ന് ഡെബിറ്റ് എമൗണ്ട്, മറ്റൊന്ന് ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ഓരോന്നതിനകത്ത് ശരിയിട്ടത് കാണാനുണ്ട്. ആ കോളത്തിലാണ് അതാത് ഐറ്റത്തിൻ്റെ എമൗണ്ട് എഴുതി കൊടുക്കേണ്ടത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ഇത് 3ഉം ഡെബിറ്റ് കോളത്തിലാണ് എമൗണ്ട് വരിക. സൺട്രി ക്രെഡിറ്റേഴ്സും സെയിൽസും ക്രെഡിറ്റ് കോളത്തിലായിരിക്കും വരിക. സെയിൽസ് റിട്ടേണും പർച്ചേസും ഡെബിറ്റ് കോളത്തിൽ വരും. പർച്ചേസ് റിട്ടേണും ക്യാപിറ്റലും ക്രെഡിറ്റ് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. ഡ്രോയിങ്സ്, ബിൽസ് റിസീവബിൾ ഡെബിറ്റ് കോളത്തിൽ എഴുതണം. ബിൽസ് പേയബിൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതണം. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഡെബിറ്റിൽ, ബാങ്ക് ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ക്രെഡിറ്റ് കോളത്തിൽ, ക്യാരേജ് ഇൻവാർഡ്സ്, ക്യാരേജ് ഔട്ട്വാർഡ്സ്, റെന്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഇതെല്ലാം ഡെബിറ്റ് കോളത്തിൽ എഴുതി കൊടുക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് ക്രെഡിറ്റ് കോളത്തിലാണ് എമൗണ്ട് എഴുതുക. പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ, വെഹിക്കിൾ, ഗുഡ്വില്ല്, ഇതെല്ലാം ഡെബിറ്റ് കോളത്തിൽ. പ്രൊവിഷൻസ് ക്രെഡിറ്റ് കോളത്തിൽ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ക്രെഡിറ്റ് കോളത്തിൽ. പ്രീപെയ്ഡ് എക്സ്പെൻസും അക്രൂഡ് ഇൻകം ഡെബിറ്റ് കോളത്തിൽ. പ്രീ റിസീവ്ഡ് ഇൻകം, റിസർവ് അക്കൗണ്ട്, അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കോളത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യും? 2 കോളത്തിലും 2 എമൗണ്ട് കോളം ടോട്ടൽ ചെയ്തിട്ട് കാണും. അപ്പോൾ അതിനകത്തുള്ള 2 എമൗണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും ആൻസർ കിട്ടുക. അടുത്തതായി ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദി ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് ഓൺ 31st May 2018. 31/5/2018 ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ 1 lakh, ഡ്രോയിങ്സ് 1250, ഫർണിച്ചർ 2800, മെഷീനറി 19,000, ടൈപ്പ്റൈറ്റർ 2980, സൺട്രി ഡെപ്റ്റേഴ്സ് 2720, സൺട്രി ക്രെഡിറ്റേഴ്സ് 10,050, പർച്ചേസസ് 17,200, സെയിൽസ് 14,150, purchase returns 450, sales returns 700, commission received 370, salaries and wages 2,400, rent 250, discount allowed 230, discount received 380, cash in hand 4,720, cash at bank 71,150. ഇത്രയാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഓൺ 31st May 2018. മൂന്ന് കോളം കൊടുക്കുക. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം ഡെബിറ്റ് എമൗണ്ട്, തേർഡ് കോളം ക്രെഡിറ്റ് എമൗണ്ട്. അതിൽ ഫസ്റ്റത്തെ ഐറ്റം ക്വസ്റ്റ്യൻ്റെ ഓർഡർ പ്രകാരം തന്നെ ചെയ്തു പോകാം. ക്യാപിറ്റല് ക്രെഡിറ്റിലാണ് എമൗണ്ട് വരിക 1 lakh,
നെക്സ്റ്റ് ഡ്രോയിങ്സ് ഡെബിറ്റ് കോളത്തിൽ 1250. നെക്സ്റ്റ് ഫർണിച്ചർ ഡെബിറ്റ് കോളത്തിൽ 2800. നെക്സ്റ്റ് മെഷീനറി ഡെബിറ്റ് കോളത്തിൽ 19,000. നെക്സ്റ്റ് ടൈപ്പ് റൈറ്റർ ഡെബിറ്റ് കോളത്തിൽ 2,980. നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ് 2,720. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് കോളത്തിൽ 10,050. നെക്സ്റ്റ് പർച്ചേസസ് ഡെബിറ്റ് കോളത്തിൽ 71,200. നെക്സ്റ്റ് സെയിൽസ് ക്രെഡിറ്റ് കോളത്തിൽ 14,150. നെക്സ്റ്റ് ഐറ്റം പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് കോളത്തിൽ 450. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺസ് ഡെബിറ്റ് കോളത്തിൽ 700. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ് ക്രെഡിറ്റ് കോളത്തിൽ 370. നെക്സ്റ്റ് സാലറീസ് ആൻഡ് വേജസ് ഡെബിറ്റ് കോളത്തിൽ 2,400. നെക്സ്റ്റ് റെന്റ് ഡെബിറ്റ് കോളത്തിൽ 250. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് കോളത്തിൽ കൊടുക്കുക 230. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് കോളത്തിൽ 380. നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ് കോളത്തിൽ 4,720. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് 71,150. ഇത്ര ഐറ്റംസുകളാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇത് നമ്മൾ ഏത് പ്രകാരം ചെയ്ത്, അതായത് ഫോർമാറ്റിൽ തന്നിട്ടുള്ള ബാലൻസിന് പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഫോർമാറ്റിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് കോളത്തിലാണ് എമൗണ്ട് എന്ന് പറയുന്നുണ്ട്, ഡ്രോയിങ്സിന്റെ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലാണ്. ഇത് ഓരോന്നിന്റെ ബാലൻസസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിട്ട് ബാലൻസ് മെത്തേഡ് പ്രകാരം കൂടെയാണ്. ഇനി എന്ത് ചെയ്യണം, 2 കോളം ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് കോളം ഈ എല്ലാ എമൗണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. അപ്പൊ ടോട്ടൽ എത്തിട്ടും 1,25,400. ക്രെഡിറ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോഴും അതേ എമൗണ്ടിന് കിട്ടും 1,25,400. 2 എമൗണ്ട് കോളം ഈക്വൽ ആകണം, അപ്പോഴേ ട്രയൽ ബാലൻസ് ശരിയാവും.